മലങ്കര സഭാ തർക്കത്തെക്കുറിച്ച് പല നുണക്കഥകളാണ് വിഘടന്മാർ പ്രചരിപ്പിക്കുന്നത്. പലർക്കും സത്യം മനസ്സിലാക്കാൻ താല്പര്യമില്ല. ഇന്നലെ വരെ മാർത്തോമാ ശ്ലീഹ ആരുമല്ലെന്ന് പറഞ്ഞിരുന്ന വിഘടന്മാർ ഇപ്പോൾ മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നതും സഭ സ്ഥാപിച്ചതും പള്ളികൾ സ്ഥാപിക്കുകയും പുരോഹിതരെ നിയമിച്ചതും അംഗീകരിക്കുന്നു. മലങ്കര സഭ പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിന് കീഴെയായിരുന്നുവെന്ന് വരുത്തി തീർക്കാൻ ഇവർ വളരെ പാടുപെടുന്നു. പത്രോസ് ശ്ലീഹായ്ക്ക് മാത്രമേ സിംഹാസനമുള്ളൂ എന്ന് പാത്രിയാർക്കീസ് വിഭാഗം കരുതുന്നു. പത്രോസിന്റെ മേൽ ആണ് സഭയെ പണിതത് എന്നുള്ള വാദഗതി ലോകത്തുള്ള ഒരു ഓർത്തഡോക്സ് സഭകളും ഇന്നേ വരെ അംഗീകരിക്കാത്തതാണ്. പത്രോസിലല്ല, പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസത്തിലാണ് സഭയെ പണിതിരിക്കുന്നത്. അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്ന് മലങ്കരയിൽ മെത്രാപ്പോലിത്തന്മാർ ഇന്ത്യയിൽ വന്നു തുടങ്ങിയത് 17-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ്. 1912 സ്ഥാപിതമായ കാതോലിക്കേറ്റും അതിലെ കാതോലിക്കായും ശരിയാണെന്ന് പാത്രിയാർക്കീസ് ഈ അംഗീകാര കൽപ്പനയിലൂടെ സമ്മതിച്ചില്ലേ? 1958 സമാധാനമുണ്ടായി. പാത്രിയാർക്കീസ് ബാവ പരിശുദ്ധ കാതോലിക് ബാവയെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ സ്വീകരിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാവ 1934 സഭാ ഭരണഘടനയ്ക്ക് വിധേയമായി പാത്രിയാർക്കീസിനെ സ്വീകരിച്ചു. പാത്രിയാർക്ക വിഭാഗത്തിലുള്ള മെത്രാപ്പോലിത്തന്മാർ പരിശുദ്ധ കാതോലിക്ക ബാവയെ അംഗീകരിക്കുകയും വിധേയത്വം രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കലഹം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സ്ഥാനമോഹികളായവരും കലഹപ്രിയരുമായ ഒരു വിഭാഗം സഭയിൽ വളർന്നു വന്നു. അവർക്കൊക്കെ പാത്രിയാർക്കീസ് മേൽപ്പെട്ട സ്ഥാനം നൽകി. കോടതി വിധി പ്രതികൂലമായപ്പോൾ മധ്യസ്ഥന്മാർ തീരുമാനിക്കണമെന്നായി. 1934 സഭാ ഭരണഘടന അംഗീകരിക്കുന്നുവെന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട്. ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ പല ബാധകളും ദൈവം അയച്ചു. അപ്പോഴെല്ലാം ഫറവോ ആദ്യം സമ്മതിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറും. അവസാനത്തെ ബാധയാണ് ഇസ്രായേൽക്കാരെ രക്ഷിച്ചത്. എന്നിട്ടും പുറകെ പോയി നശിക്കാനായി. ചെങ്കടലിൽ ഫറവോയും കൂട്ടരും മുങ്ങി നശിച്ചു. അതുപോലെയാണ് പാത്രിയാർക്കീസ് വിഭാഗം. വസ്തുതകൾ മാറ്റി പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അവർ നീങ്ങുകയാണ്. പാപം വിശ്വാസികളെ വീണ്ടും വീണ്ടും വഞ്ചിക്കുകയാണ്.